മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന പേരുകളല്ല അനീഷയുടേതും ഭവിന്റേതും. പുതുക്കാട്ട് അവിവാഹിതരായ മാതാപിതാക്കൾ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിന്റെ വേദന ഇന്നും നമ്മൾക്ക് നെഞ്ചിലുണ്ട്. ആമ്പല്ലൂർ ചേനക്കാല ഭവിനും വെള്ളിക്കുളങ്ങര നൂലുവള്ളി മുല്ലക്കപ്പറമ്പിൽ അനീഷ എന്നിവരാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കേസെടുത്ത് അസ്ഥികൾ കുഞ്ഞുങ്ങളുടേത് തന്നെയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിനും ശാസ്ത്രീയ പരിശോധനകൾക്കും ശേഷം പോലീസിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഭവിന്റെയും അനീഷയുടെയും വീടിന്റെ പരിസരങ്ങളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. കേസിൽ പ്രതികളായവർ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. 2021 നവംബർ 6-നായിരുന്നു അനീഷയുടെ ആദ്യ പ്രസവം. കുട്ടിയെ യുവതിയുടെ വീട്ടിലും 2025 ഓഗസ്റ്റ് 29-ന് രണ്ടാമത്തെ കുട്ടിയെ പുതുക്കാടും കുഴിച്ചു മൂടുകയായിരുന്നു. ഇതായിരുന്നു ഭവിന്റെ വെളിപ്പെടുത്തൽ. രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു. ഓഗസ്റ്റ് 30-ന്, അതായത് ഒരു ദിവസത്തിന് ശേഷം, മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മയുടെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചുമൂടി. രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി 4 മാസങ്ങൾക്ക് ശേഷം കുഴി തുറന്ന് അസ്ഥിയെടുത്തു. ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥിയെടുത്തത് 8 മാസത്തിന് ശേഷമാണെന്നും FIR-ൽ പറയുന്നു. അതായത് ഒരു മലയാളികളും ഒരു വ്യക്തിക്കും മറക്കാൻ കഴിയാത്ത സംഭവമായിരുന്നു അത്. അനീഷയെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നതും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും അതിന് താഴെ വന്ന ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളും എല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം കണ്ടതാണ്. ഒരു അമ്മ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഇപ്പോൾ കേരളത്തിൽ സുപരിചിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാതൃത്വം എന്നുള്ള നിലവാരം, അല്ലെങ്കിൽ അത് എന്താണ് എന്ന് മറക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥയുള്ളത്. 2021-ലെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ പൊക്കിൾക്കൊടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചെന്നായിരുന്നു യുവതിയുടെ മൊഴി. പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നെന്ന് അനീഷ മൊഴി മാറ്റി. യൂട്യൂബ് നോക്കി ശുചിമുറിയിലാണത്രേ അന്ന് പ്രസവിച്ചത്. ഗർഭം മറച്ചുവെക്കാൻ വയറ്റിൽ തുണി കെട്ടിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. 2 പ്രസവകാലവും മറച്ചുപിടിക്കാൻ യുവതി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും യുവതിക്ക് സഹായകമായി എന്ന് അന്ന് തന്നെ പോലീസ് പറഞ്ഞിരുന്നു. നവജാത ശിശുക്കളുടെ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ ഭവിൻ എത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ജൂൺ 28-ന് രാത്രിയായിരുന്നു യുവാവ് നവജാത ശിശുക്കളുടേതെന്ന് അവകാശപ്പെട്ട് ഒരു കൂട്ടം അസ്ഥിയടങ്ങിയ ബാഗുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. തുടർന്ന് അയാളെയും അനീഷയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.